Good afternoon, all. Good afternoon, ma'am. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ നമ്മള് നോർമലൈസേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് നമ്മുടെ മോൺസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ അവര് മേ ബി ഡീവിയേറ്റഡ് ആയിരിക്കും. അവർ മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ആ കുട്ടികളിൽ നമുക്ക് മാറ്റം കാണാനായിട്ട് പറ്റും. അവർക്ക് കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ എന്താ പറയാ, ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, ജോയ്ഫുൾ, ഇതെല്ലാം നമുക്ക് ഈ കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. ക്രമേണ ആ കുട്ടികളിൽ ഉണ്ടായിരുന്ന ത്രെഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസപ്പിയർ ആവുകയും അവര് നോർമൽ ചൈൽഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മോൺസോറി പറഞ്ഞിരിക്കുന്നത് ന്യൂ നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. അവര് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നല്ല ഹാർമണി ആയിരിക്കും, എൻറ്റയർ എൻവയോൺമെന്റ് ആയിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവരൊരു നമ്മുടെ ഈ ഒരു ചേഞ്ചസിനെ മോൺസോറി പറയുന്ന ഒരു പേരാണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസിനെ മോൺസോറി പറഞ്ഞ പേരാണ് എന്ത്, നോർമലൈസേഷൻ എന്ന്. പിന്നെ എന്ത് പറ്റിയടാ? പിന്നും ഓക്കെ ഓക്കെ, മ്യൂട്ട് ആയിട്ടിരിക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ്, അതാണോ? ഞാൻ ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി? ഓക്കെ ഓക്കേടാ. അപ്പോ നമുക്ക് നോക്കാം നോർമലൈസേഷൻ എന്താണ് എന്നുള്ളത്. Dr. Montessori described that a new normalized child would frequently emerge as the result of being in a complete harmony with his entire environment. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നതിന് ശേഷം അവൻ കംപ്ലീറ്റ് ഹാർമണി, നല്ല ഐക്യത്തോടു കൂടിയുടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയാണ് ഈ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് അവൻ മാറുന്നത്. She developed her special method based on this disclosure. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിലാണ് മോണ്ടിസോറി ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളിൽ ഈ വരുന്ന ഈ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസിനെ പറയുന്ന പേരാണ് നോർമലൈസേഷൻ എന്ന്. ഓക്കെ, മോണ്ടിസോറി ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ചൈൽഡ് ആസ് നോർമലൈസേഷൻ. കുട്ടികളിൽ വരുന്ന ഈ ഒരു മാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. Among the revelation the child has brought as there is one fundamental important. അപ്പോ നമുക്ക് കുട്ടികളിൽ നോർമലൈസേഷൻ എങ്ങനെ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറ്റാൻ പറ്റും? ത്രൂ വർക്കിലൂടെ മാത്രമാണ് കുട്ടികളെ നമുക്ക് നോർമൽ ചൈൽഡ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ആ ഒരു വ്യക്തിനെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റുക. നമ്മൾ പറയാറില്ലേ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളൊരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമ്മൾ പെർഫെക്റ്റ് ആകുന്നു. അപ്പോൾ നമ്മുടെ മോണ്ടിസോറിനെ സംബന്ധിച്ച്, മോണ്ടിസോറി എൻവയോൺമെന്റിനെ സംബന്ധിച്ച് കുട്ടികളെ വർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലാണ് ഈ കുട്ടികളിൽ നോർമലൈസേഷൻ സംഭവിക്കുന്നത്. Among the revelation the child has brought as there is one fundamental importance, the phenomena of normalization through work. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന എങ്ങനെയാണ് വരുന്നത്? ത്രൂ വർക്കിലൂടെ മാത്രമാണ്. ഇറ്റ് ഈസ് certain that the child aptitude for the work represent a vital instinct. ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ആ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഫോർ വിത്തൗട്ട് വർക്ക് ഹിസ് പേഴ്സണാലിറ്റി കനോട്ട് ബി ഓർഗനൈസ്ഡ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി വർക്ക് ചെയ്യാത്ത കുട്ടിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലായാലും അവരിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇനി വർക്ക് ഒന്നും ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. cannot organize itself and deviate from the normal line of its construction. ആ നോർമൽ ലൈനിൽ നിന്ന് ഈ കുട്ടി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കിങ്ങിലൂടെ മാത്രം പറ്റുള്ളൂ. നമ്മൾ പണ്ടൊരു കോഴ്സ് കേട്ടിട്ടുണ്ടാവും അല്ലെ, തോട്ട് ഓഫ് ദി ഡേയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലൊക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, മാൻ മെയ്ഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. ഒരു വർക്ക് അവർ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മൾ ലാസ്റ്റ് ആ ഒരു കുട്ടി വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ
ആ കുട്ടിക്ക് ഒരു ക്വാളിറ്റി അക്യൂർ ചെയ്തു. ഏതായിരുന്നു അത്? കോൺസെൻട്രേഷൻ. മോണ്ടിസോറിയുടെ വൺ ഓഫ് ദി ഡിസ്കവറി ആണ്. അപ്പൊ അത് വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഈ ഓരോ മാറ്റങ്ങളും കുട്ടികളിൽ സംഭവിക്കുന്നത്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഇൻ ഗ്രോയിങ് ചൈൽഡ്, ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് there are two streams of body. നമ്മുടെ ബോഡിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നമ്മുടെ മസിൽ എനർജി ആൻഡ് നമ്മുടെ മെന്റൽ എനർജി. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിയിലെ നോർമലൈസേഷൻ സംഭവിക്കുക. ബോഡി, especially the muscular energy extended in voluntary movement. Second is mental energy for intellectual and behavior. ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ മസ്കുലാർ എനർജിയും അതേപോലെ തന്നെ മെന്റൽ എനർജിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ആ കുട്ടിയിൽ നോർമലൈസേഷൻ സംഭവിക്കുന്നത്. ദീസ് ടു ആസ്പെക്ട് ഓഫ് ദ പേഴ്സണാലിറ്റി, മൈൻഡ് ആൻഡ് ബോഡി. ഇവിടെ നമ്മൾ പറയുന്നത് മൈൻഡിനെയും ബോഡിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് 100% ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൈൻഡ് ആൻഡ് ബോഡി ഷുഡ് നെവർ ബി ഡിവോഴ്സ്ഡ്. നമ്മുടെ മനസ്സൊരു സ്ഥലത്ത് ശരീരം മറ്റൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒരു വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഇൻസ്റ്റെഡ് ദീസ് ടു ഷുഡ് വർക്ക് ഇൻ യൂണിസൺ. മനസ്സും ശരീരവും ഒരുമിച്ച് ഒരു കാര്യത്തിലേക്ക്, ഒരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ദ ചൈൽഡ് വിൽ ബി ഡീവിയേറ്റഡ്. അല്ലാത്ത പക്ഷം ആ കുട്ടി ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോർമലൈസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്നവർക്ക് നോർമലൈസേഷനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാവും. ഇല്ലാത്തവര് ശ്രദ്ധിക്കുക കേട്ടോ. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവര് നോർമൽ ചൈൽഡ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ആവണമെന്നില്ല. അവരിൽ കുറച്ച് എന്തുണ്ടാവും, നെഗറ്റീവ് ട്രെഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈ കുട്ടികളിൽ ഈ നെഗറ്റീവ് ട്രെഡ്സും കാര്യങ്ങളും ഡിസപ്പിയർ ആയി ഈ കുട്ടികളിൽ എന്താ പറയാ നല്ല ക്വാളിറ്റീസ് കാണാനായിട്ട് തുടങ്ങും. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. ആദ്യം നമ്മൾ നോക്കുന്നത് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നിങ്ങൾ മോണ്ടിസോറി സ്കൂളുകളുടെ ഇമേജ് ഞാൻ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നോക്ക്, സ്കൂളില് കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. കാണുന്നില്ലേ? അവിടെ ഇവിടെ ഒന്നും കിടക്കുന്നത് എല്ലാ മെറ്റീരിയൽസും അതിൻ്റെതായ പ്ലേസിലാണ്. നിങ്ങൾക്ക് പാരലൽ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ചില മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ മിക്ക മെറ്റീരിയൽസും അതിൻ്റെതായ പ്ലേസിലാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നത് ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയാണ്, നമ്മളല്ല. കുട്ടികൾ തന്നെയാണ് ഈ ഓർഡർ ആ ഒരു എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മെറ്റീരിയൽസ് അവർ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്തു, അത് വർക്ക് ചെയ്യുന്നു, അത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചതിന്റെ പ്ലേസിൽ കറക്റ്റ് ഓർഡറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ ഒരു എൻവയോൺമെന്റിനോട് വളരെയധികം എന്തുണ്ടാവും, ഇഷ്ടം ഉണ്ടാവും. കാരണം അവർക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയാ ലവ് ഓഫ് ദ എൻവയോൺമെന്റ്. ആ ഒരു എൻവയോൺമെന്റ് പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോ ആദ്യം പറയുന്നത് ലവ് ഓഫ് ഓർഡർ ആണ്. ദ ചൈൽഡ് ഡിസ്ക്ലോസ് ആൻ ഇന്റൻസ് ലവ് ഓഫ് ദ എൻവയോൺമെന്റ്. കുട്ടികൾ ഈ ഒരു എൻവയോൺമെന്റിനോട് പ്രത്യേകമായ ഒരു ഇഷ്ടം അവർക്ക് ഉണ്ടാവും. ആൻഡ് ഈ കറസ്പോണ്ടിങ് അംബിഷൻ ടു കൺസേർവ് ദ ഓർഡർ ഇൻ ഇറ്റ്. അവിടെയുള്ള ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പ്രത്യേകമായിട്ട് താല്പര്യം ഉണ്ടാവും. ചിലപ്പോ ആദ്യം ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടി ചിലപ്പോ ആ മെറ്റീരിയൽസ് അവിടെ ആ ടേബിളിൽ വെച്ചിട്ട് തന്നെ പോകാം. പക്ഷെ പിന്നീട് അവൻ കാണാണ് എല്ലാ കുട്ടികളും വർക്ക് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതും അവൻ കാണുമ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരാണ്. പിന്നീട് അവൻ തന്നെ ചെയ്യും. അവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് അതിന്റെ പ്ലേസിൽ അവൻ കൊണ്ടുവന്ന് വെക്കും. ദ ആക്ടിം ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. പിന്നീട് ഈ ഒരു ഓർഡർ ആ കുട്ടി അവരുടെ ലൈഫിലും അത് എന്ത് ചെയ്യാൻ തുടങ്ങും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ലവ് ഓഫ് വർക്ക്. നമുക്കറിയാലോ മോണ്ടിസോറിയില് ഓരോ ആക്ടിവിറ്റീസ്, ഓരോ വർക്കാണ് ചെയ്യിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ ഓരോ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾക്ക് സെൽഫ് എക്സ്പ്രഷൻ, അതേപോലെ ജോയ്ഫുൾനെസ്, ഒരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വളരെ വാല്യുബിൾ ആണ്. But in this sense,
മീൻസ് എനി ആക്ടിവിറ്റി, വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ആക്ടിവിറ്റിയും ആവാം, വിച്ച് അഫക്ട് ദ ചൈൽഡ് ഹോൾ പേഴ്സണാലിറ്റി, ഒരു കുട്ടിയുടെ ഹോൾ പേഴ്സണാലിറ്റിനെ അത് അഫക്ട് ചെയ്യും, ആസ് എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്യാരി ദ ചൈൽഡ് എ കറസ്പോണ്ടിങ് ജോയ് ഇൻ പെർഫോമൻസ് ഓഫ് ഇറ്റ്. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. നമ്മൾ മുതിർന്നവരെ പോലെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്, അതായത് എൻജോയ് ചെയ്ത് ഹാപ്പിലി ആ വർക്കിനെ ആസ്വദിച്ചിട്ടായിരിക്കും ആ വർക്ക് അവർ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്ന ആ ജോയ്ഫുൾനെസ് അവർക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യുന്നതിലൂടെ, വർക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അവരുടെ മനസ്സിന് ഒരുപാട് ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സ് ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് കോൺസെൻട്രേഷൻ വിച്ച് ഈസ് സോ കംപ്ലീറ്റ് ഓഫ്റ്റൻ ലോങ്ലി ദ ചൈൽഡ് ഫ്രം ഹിസ് എൻവയോൺമെന്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ മനസ്സിനെ ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പുറത്തുള്ള ഡിസ്റ്റർബൻസ് ഒന്നും അവനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അവൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ആ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരുപാട് നേരം അൺഡിസ്റ്റർബ് ആയിട്ട് അവന് വർക്കുകൾ ചെയ്യാൻ പറ്റും. ഈ കുട്ടികൾക്ക് ഒരുപാട് പിന്നീട് ആയാലും പിന്നീട് വലുതായി കഴിഞ്ഞാലും ഈ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും അവരെ എന്ത് ചെയ്യില്ല, അഫക്ട് ചെയ്യില്ല. സോ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്. അവരെന്താണോ റിയൽ വേൾഡിൽ അവർ ചെയ്യുന്നത് അതേ ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് നമ്മൾ അവരെ മോണ്ടിസോറി എൻവയോൺമെന്റിലായാലും ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു കുട്ടീനെ വിചാരിക്കും, ഒരു കുട്ടി അവന് പ്രോപ്പർ ആയിട്ട് ബട്ടൺസും കാര്യങ്ങളൊന്നും ഇടാൻ അറിയില്ല, ഷൂ ലേസ് കെട്ടാൻ അറിയില്ല എന്ന് വിചാരിക്കും. നമ്മുടെ ഫ്രെയിമുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫ്രെയിംസ് കണ്ടിട്ടില്ലേ? അപ്പൊ ഈ ഫ്രെയിംസ് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോണ്ടിസോറിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഫ്രെയിം. അപ്പൊ ഈ ഫ്രെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി നല്ല നോളജ് ഉണ്ടാവും. അപ്പൊ എന്താണ്, അവർ പിന്നീട് അവരുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ അവർ സ്വയമേ ചെയ്യും. ഇപ്പൊ പാരന്റ്സ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ട ഞാൻ ചെയ്തോളാം, എനിക്കത് അറിയാം, അതുപോലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ എന്ന് പറയും. കൂടുതലും റിയാലിറ്റി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്. The mind constructs itself through contact with existence. നമ്മൾ വെർച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല പഠിപ്പിക്കുന്നത്, റിയലി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത്. നോട്ട് വിത്ത് ദ പ്രൊജക്ഷൻ ഓഫ് മേക്ക് ബിലീഫ്സ് എന്ന് വെച്ചാൽ പ്രൊജക്ഷൻസ് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവർ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ദ ഫൗണ്ടേഷൻ ഓഫ് ഇറ്റ്സ് ഓൾ ഇൻ എക്സ്റ്റേണൽ വേൾഡ് ആസ് ടേക്കിൻ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷൻ ആണ് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ച് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ത്രൂ ദ സെൻസ്, നമ്മൾ അതിനെ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യും. സെൻസോറിയൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യിക്കുന്നു. മൂവ്മെന്റ്സ് ആൻഡ് ലേറ്റർ ബൈ റീസണിങ് ആൻഡ് ഇമാജിനേഷൻ. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ റീസൺസും ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ദ ഇൻഫർമേഷൻ സോ റിസീവ്ഡ് ഈസ് വർക്ക്ഡ് അപ്പോൺ. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒരുമിച്ച് അവരെന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇന്റഗ്രേറ്റഡ് ആൻഡ് റൈസ് ടു ദ ഓർഡർ ഓഫ് ഇന്റലിജൻസ്. അങ്ങനെ അവർ ആ ഒരു ഓർഡർ ഓഫ് ഇന്റലിജൻസിലേക്ക് വരാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒരു കളറിനെ കുറിച്ച് പറയാന്ന് വിചാരിക്കും. ഇപ്പൊ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞു വിചാരിക്കും. നമ്മൾ കളർ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 2.5 years മുതലൊക്കെ നമ്മൾ കളർ ടാബ്ലറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അറിയാം എന്താണ് റെഡ് കളർ എന്നുള്ളത്. പിന്നെ ആപ്പിളിന്റെ ഇമേജ് കാണിക്കുമ്പോൾ റെഡ് കളർ, ആ ഒരു കളറിലുള്ള ആപ്പിള് അവരുടെ ഇമാജിനേഷനിലേക്ക് അത് കറക്റ്റ് ആയിട്ട് വരും. റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാനായിട്ട് അവരത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷൻ ആണ്. ആദ്യം പറഞ്ഞ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ കീപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരവരുടെ എൻവയോൺമെന്റിനോട് പ്രത്യേകമായ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടാവും. അവര് തന്നെ, കുട്ടികൾ തന്നെയാണ് ഈ ഒരു എൻവയോൺമെന്റിലെ ഓർഡർ ഫോളോ ചെയ്യുന്നത്. ലവ് ഓഫ് വർക്ക്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. നമ്മളെ പോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അവർ ആ എൻജോയ് ചെയ്ത് ആ വർക്കിനെ എൻജോയ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ കോൺസെൻട്രേഷൻ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ക്വാളിറ്റിയാണ് എന്ത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ കാര്യങ്ങളും റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ട്രീ ആയാലും മരങ്ങള് എല്ലാം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം
ടെമ്പറേച്ചർ, നമ്മളിപ്പോ ചൂടിന്റെ കാര്യം, ടെമ്പറേച്ചർ ടാബ്ലറ്റ്സ് ഉണ്ട്, സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, സ്മെല്ലിന് സ്മെൽ സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ സെൻസും കാര്യങ്ങളും കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യിച്ചാണ് കുട്ടികളെ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ആയിട്ട് മാറ്റുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കോ ക്യാരക്ടറിസ്റ്റിക്സ്, വായിച്ചു നോക്കട്ടോ. റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്ത് നോക്കിയോ? ഇനി മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി സ്കൂള് ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? വിസിറ്റ് ചെയ്തിട്ടുണ്ടോ മോണ്ടിസോറി സ്കൂള്? ഇല്ല. നമുക്കൊരു അസൈൻമെന്റിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ലേ, മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താനായിട്ട്? നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലവ് ഓഫ് സൈലൻസ് ആയിരിക്കും. സാധാരണ കുട്ടികളെ എന്ന് വെച്ചാൽ സാധാരണ സ്കൂളുകളിൽ ഭയങ്കര എന്താ പറയാ വോയിസ് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉള്ള സമയത്ത് നമുക്ക് മോണ്ടിസോറി സ്കൂളുകളിലെ കുട്ടികളിലേക്ക്, മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു സൈലൻസ് ഫീൽ ചെയ്യും. സൈലൻസ് വെച്ചാൽ ഇവിടെ ഓരോ കുട്ടീനെയും ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് അല്ല. അവര് സൈക്കോളജിക്കൽ ഐസൊലേഷൻ, ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡിനെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അവർ മെന്റൽ കോൺസെൻട്രേഷൻ അവർ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും അവർ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ആ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഉദ്ദേശിക്കുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, നോക്കാം. ലവ് ഓഫ് സൈലൻസ്. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ദ ചൈൽഡ് ലൈക്സ് ടു വർക്ക് ഇൻ ലോങ്നെസ്. ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ബട്ട് റാദർ ഇറ്റ് ദാറ്റ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ ഐസൊലേഷനെ കുറിച്ചിട്ടാണ്. മെൻഷൻഡ് എബോവ് വിച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മള് മോണ്ടിസോറി ചാപ്റ്ററിൽ പറഞ്ഞപ്പോ കോൺസെൻട്രേഷന്റെ ടൈമിൽ പറഞ്ഞല്ലേ, കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ മനസ്സിന് ഒരുപാട് നേരത്തേക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അറ്റ് അതർ ടൈംസ് when the aim of the work is more conscious and external, children frequently work together in automatically formed group. അല്ലാത്ത സമയത്ത് അവർ വർക്ക് ചെയ്യാത്ത സമയത്ത് കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഫോം ചെയ്ത് ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ആ വർക്ക് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവനത് അവന്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് നടക്കുന്ന എന്തൊരു പ്രശ്നത്തെക്കാളും കൂടുതൽ അവന്റെ മനസ്സിനെ ഫുള്ളായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീട് ആയാലും ഒരുപാട് നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിൻക്ട്. ദ മൂഡ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ ടു ദർ പ്രിപ്പയർ എൻവയോൺമെന്റ് ടു ഓൾ ദ എൻഹാൻസിങ് ഓക്യുപ്പേഷൻ കണ്ടെയ്ൻ ഇറ്റ് ഈസ് ആൻ ഇന്റൻസ് ഓഫ് ലവ്. ഈ കുട്ടികളുടെ ഈ ഒരു ഇഷ്ടവും കാര്യങ്ങളും കാണുന്നത് ഫുൾ എന്താ പറയുക, ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഇഷ്ടമായിരിക്കും. നോട്ട് ക്രിബിഡിറ്റി എന്ന് വെച്ചാൽ
അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നല്ല, അവർ ഫുൾ ഇഷ്ടത്തോടു കൂടി ആയിരിക്കും ഈ ഒരു എൻവയോൺമെന്റിൽ അവർ വർക്ക് ചെയ്യുന്നത്. 100% ഇഷ്ടത്തോടു കൂടിയായിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഫസ്റ്റ് ഫ്ലാഷ് ഓഫ് ദർ enthusiasm children may wish to take the material home with them. മോണ്ടിസോറി സ്ട്രാറ്റജിക് ക്ലാസ്സിന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? രാജേശ്വരി മാത്രം വന്നിട്ടുള്ളൂ. അല്ല വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല കേട്ടോ. ഓക്കെ, ആദ്യം മെറ്റീരിയൽ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? എന്താ ഫീൽ ചെയ്തേ? മെറ്റീരിയൽസ് വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് തോന്നിയോ? അല്ല, നമ്മള് പിള്ളേരുടെ പോലെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. നമുക്കത് എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഇല്ലേ, അങ്ങനെ തോന്നിയായിരുന്നു. ചിലത് ഭയങ്കര ഇഷ്ടം. പിങ്ക് ടവർ ഒക്കെ പെട്ടെന്ന് കളർ നമ്മളെ ശരിക്കും ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ അവിടുന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു. മറ്റേ നമ്മുടെ ഇതില്ലേ ബ്രൗൺ സ്റ്റെയർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു മിസ് ഇത് നമുക്ക് ഭയങ്കര കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു, എനിക്ക് ആലുവ പോലെ തോന്നുന്നു. അങ്ങനെ പക്ഷെ നമുക്ക് ശരിക്കും പിള്ളേരുടെ മനസ്സിങ്ങനെ ശരിക്കും അവരെ ആകർഷിക്കും അതിലോട്ടേക്ക്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാല് നമ്മളുടെ മെറ്റീരിയൽസ് ആദ്യം കുട്ടികൾ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പിന്നീട് അവർ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കും ഈ മെറ്റീരിയൽസ് ഇവിടത്തതാണ്, ഇവിടെ വരുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്, അതേപോലെ എന്നെ പോലെ തന്നെ മറ്റുള്ളവർക്കും വർക്ക് ചെയ്യേണ്ടതാണ് ഈ മെറ്റീരിയൽസ് എന്ന് മനസ്സിലാക്കും. ആണോ? ഓക്കെ. അപ്പം ചില കുട്ടികളത് എന്താണ് ഇൻബിൽഡ് അവരുടെ ഉള്ളിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു മെറ്റീരിയൽസ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ വർക്ക് ചെയ്യാനായിട്ട് അവർ ഇഷ്ടവും കാര്യങ്ങളും കുട്ടികളിൽ നോർമലി കാണുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽസ് കാണുമ്പോൾ ഇപ്പം ഈവൻ ഞാനാണ് പുതിയൊരു മെറ്റീരിയൽ കാണണമെങ്കിലും എനിക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ വെച്ചാൽ എനിക്കിത് വേണം, ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നമ്മൾ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് കിട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കണ്ടപ്പോ ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ദൈവം എന്റെയൊക്കെ പ്രായത്തിൽ ഇത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര അടി കിട്ടിയിട്ടാ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ, എത്ര അടി കിട്ടിയിട്ട് പഠിച്ചെന്നറിയാവോ? അപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഇപ്പൊ നമ്മളിൽ ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കേസ് ഒരു 3 to 6 ഇയറുള്ള കുട്ടികൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തായിരിക്കും അതിനോടുള്ള ഇഷ്ടം? ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും, ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലവ് ആയിരിക്കും. അത് വേറെ ഒന്നുമല്ല, അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള താല്പര്യമായിരിക്കും. അവർക്ക് വർക്ക് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഉള്ളു. ചോക്ലേറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ബ്രൗൺ സ്റ്റെയർ കാണുമ്പോൾ ചോക്ലേറ്റ് പോലെ തോന്നാറുണ്ട്. പിങ്ക് ടവർ ഭയങ്കര അട്രാക്റ്റീവ് ആണ് പെൺകുട്ടികൾ. നമ്മളെയൊക്കെ സംബന്ധിച്ച് പിങ്ക് എന്ന് പറയുന്ന കളർ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് പിങ്ക് എന്ന് പറഞ്ഞ കളറിനോട് പ്രത്യേക താല്പര്യം. പിങ്ക് ഷെയ്ഡിൽ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ് സാരികൾ എനിക്കുണ്ട് പിങ്കിൽ തന്നെ. എന്നുവെച്ചാല് എപ്പോഴും ചോദിക്കും ഇതിന്റെ പിങ്ക് മാത്രമേ ഉള്ളൂ, അത്രയും ഇഷ്ടമാണ് എനിക്ക് പിങ്ക് കളറ്. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് പിങ്ക് ടവർ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പിങ്കിനോട് ഇഷ്ടം കൊണ്ടാണ് തോന്നുന്നത് പിങ്ക് ടവർ. ഈ മെറ്റീരിയൽസിൽ ഏറ്റവും ഇഷ്ടം പിങ്ക് ടവർ ആണ്. ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആദ്യം നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് സാൻഡ് പേപ്പർ ലെറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് പിങ്ക് ടവർ ആണ്. അത്യാവശ്യം പാടാണെങ്കിലും അത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഇഷ്ടം തോന്നും ആ മെറ്റീരിയലിനോട്. അത് എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോ, അപ്പൊ അത്രയും ഇഷ്ടമായിരിക്കും നമുക്ക് ആ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് അവരത് വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നല്ല രസമാണത്. The reason why a normal child has this defects of always waiting to post things is because he has some limited his interest in them. നമ്മളില്ലേ എല്ലായിടത്തും ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഒരുപാട് സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല. പിങ്ക് ടവർ ആണെങ്കിൽ ഒറ്റ സെറ്റ് മെറ്റീരിയൽ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ അവിടെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പിങ്ക് ടവർ യൂസ് ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും, അവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടാവും നമുക്ക്. വെയിറ്റ് ചെയ്യും, അതിനുള്ള പേഷ്യൻസ് കിട്ടിയില്ലേ, അല്ല ഞാൻ മാത്രം ചെയ്യട്ടെ എന്നല്ല നമ്മൾ വിചാരിച്ചേ. ഇതേപോലെ തന്നെയാണ് കുട്ടികളും. അവരാ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കുട്ടിയെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും, അവന് ടേൺ ആവുന്നവരെയും വെയിറ്റ് ചെയ്യും. ആ മെറ്റീരിയൽസ് അതിന്റെ പ്ലേസിൽ ചെല്ലുമ്പോൾ ആയിരിക്കും അടുത്ത കുട്ടി ഇരുന്ന് അത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഇഷ്ടം അത്
വാല്യുബിൾ ആണ്. കാരണം നമ്മള് മെറ്റീരിയൽസിന്റെ പേരിൽ കുട്ടികൾ തമ്മിൽ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ തന്നെ സോൾവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് തരണോട്ടോ എന്നുള്ള രീതിയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ സോൾവ് ചെയ്യും. അത് നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്, ആ മെറ്റീരിയലിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമായത് ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവർ ആണോ? ബ്രൗൺ സ്റ്റെയർ അല്ല, പിന്നെ നമ്മുടെ എന്താണ് ഷേപ്സ് ഉണ്ടല്ലോ മാം, അത് ക്യൂബോയിഡ്, ക്യൂബ്, ജോമെട്രിക്കൽ അതെ, സോളിഡ്സ്. അതിലൊരു ഷേപ്പ് ശരിക്കും ചോക്ലേറ്റ് പോലെയുണ്ട്. അതും ഞാൻ പറയായിരുന്നു ഇങ്ങനെ. അതെ, അത് ശരിക്കും ചോക്ലേറ്റ് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു ജിഷാമ ഇത് ശരിക്കും ചോക്ലേറ്റ് പോലെ ഇല്ലേന്ന്. മിസ് ഇത് ഞാനും ആലോചിക്കാറുണ്ട്, മിസ് പറയാറുള്ളതാണ്. പിന്നെ മറ്റേ എന്താ പറയാ, ഈ ഒരുമാതിരി എല്ലാരും ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രൗൺ സ്റ്റെയറിനോട് എനിക്കെന്തോ കുറച്ച് താല്പര്യം കൂടി. ഇഷ്ടായി. അധികം പറയാറില്ല മോബിൾ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട്. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മാം. ചെയ്തു നോക്കാനും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ചെയ്യുമായിരുന്നു. പോണതേ അറിഞ്ഞില്ല സത്യം അല്ലേ. സത്യമായിട്ട് ഞങ്ങള് ഗ്രൂപ്പായിട്ട് ചെയ്ത്, പക്ഷെ അത്രയും ടൈം ആയത് അറിഞ്ഞില്ല. പക്ഷെ നമുക്ക് വേറെ ശ്രദ്ധ എങ്ങും പോണില്ല. നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് ശരിക്കും അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയതുകൊണ്ടാണ് നമുക്ക് സമയം പോയതോ വേഗം സമയം പോയി. ഓക്കെ, അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. നിങ്ങൾ ആ സമയത്ത് ആ വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടൈം പോയത് മനസ്സിലാവാനത്. ഓക്കെ, അപ്പൊ എന്താണ് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസിഡന്റ് എന്ന് മനസ്സിലായത്? നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ നോർമലൈസേഷൻ ഡീവിയേഷൻ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. കാരണം എൻജോയ് ചെയ്ത് നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു, മെറ്റീരിയൽസും നിങ്ങൾ തമ്മിൽ വന്നപ്പോ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി പവർ ടു ആക്ട് റിയൽ ചോയ്സ്, നോട്ട് സം ക്യൂരിയോസിറ്റി. നമ്മള് കുട്ടികള് ആ ഒരു റിയൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും എടുക്കുന്നത്. അവരൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിരിക്കും അവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയൽ ചോയ്സുകൾ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ പിങ്ക് ടവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ 100% എനിക്ക് ആ ഒരു മെറ്റീരിയലിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഞാൻ ആ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ട് ക്യൂരിയോസിറ്റി, ജിജ്ഞാസയുടെ പുറത്തൊന്നും ആയിരിക്കില്ല സെലക്ട് ചെയ്യുന്നത്. വീട്ടിലെ കുട്ടികള് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടോ? അതെന്തുകൊണ്ട് അവരങ്ങനെ വാശി പിടിക്കുന്നേ? അതിന്റെ ഷേപ്പ്, ടോയ്, പിന്നെ അതില് കിട്ടണ മിഠായി കുറവ് തന്നെയാണ്. എന്നാലും ചോക്ലേറ്റ്, എന്റെ മോളെ സംബന്ധിച്ച് കിൻഡർ ജോയ് എപ്പോഴെങ്കിലും വാശി പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വാശി പിടിക്കുമായിരുന്നു. ഞാൻ ഇപ്പൊ വാശി പിടിക്കാറില്ല. ആദ്യം വാശി പിടിക്കുമ്പോ അവിടെ ടോയ് മാത്രം മതി, ചോക്ലേറ്റ് ഞാൻ കഴിക്കും. ചോക്ലേറ്റിന്റെ ബോക്സ് തുറക്കൂല, അതവിടെയുണ്ടാവും, അത് ഞാൻ കഴിക്കും. എനിക്കാണ് ടോയ് അവർക്ക്. ജസ്റ്റ് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല കുട്ടികൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവര് റിയൽ ആയിട്ട് ചോയ്സ്, അവര് റിയൽ ചോയ്സ് ആയിരിക്കും. അവർക്ക് ഏത് മെറ്റീരിയൽ വേണമെന്നുള്ളത് അവരുടെ റിയൽ ചോയ്സിന്റെ ബേസ് ആയിരിക്കും. കറക്റ്റ് ആയിട്ട് റിയൽ ആയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ചിൽഡ്രൻസ് നൗ ഫോഴ്സ്ഡ് ഇൻ ദെയർ ആക്ഷൻ ബൈ റിയൽ ചോയ്സ്. റിയൽ ആയിട്ട് അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നോ ലോങ്ങർ ബൈ നിയർ ഇൻട്രസ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണമ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിന്റെ പുറത്തായിരിക്കില്ല അവരത് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആ കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഠായിയുടെ ഉള്ളിൽ ഗിഫ്റ്റ് എന്തായിരിക്കും എന്നാണ് അവര് ആദ്യം തന്നെ മിഠായി കിട്ടിക്കഴിയുമ്പോൾ നോക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ല. അന്ന് ചോക്ലേറ്റും ടോയും കുറച്ചു നേരത്തേക്ക് മാത്രമേ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ടോയും പോയി, ചോക്ലേറ്റ് കഴിച്ചാൽ കഴിച്ചു. പക്ഷെ മെറ്റീരിയലിന്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് റിയൽ ആയിട്ട് ഇന്ന മെറ്റീരിയൽ വേണം, അത് അവരവിടെ കൊണ്ടുവന്ന് വെച്ചത് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വാല്യുബിൾ ആണ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് നമുക്ക് ആ സമയത്ത് കിട്ടും, കുഞ്ഞു കുട്ടികളുടെ കേസ്. ഇനി ഒബീഡിയൻസ് ആണ് നോർമലൈസ്ഡ് ചിൽഡ്രനിൽ കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആണ് ഒബീഡിയന്റ്. അനുസരണമുള്ളവരെ, അനുസരണം എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ഒബീഡിയൻസ് ഒന്നല്ല, നമ്മള് നിർബന്ധിച്ച ഒബീഡിയൻസ് ഫോളോ ചെയ്യുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം, അത് അതിലൂടെ ഈ കുട്ടികൾ അനുസരണയുള്ള കുട്ടികൾ അത് നല്ല രീതിയിൽ ആ ഒരു ഫ്രീഡത്തെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യും. അപ്പോ ഒബീഡിയൻസ് എന്ന് പറഞ്ഞത് നോർമൽ ചിൽഡ്രൻസ് ആർ റിമാർക്കബിളി ഒബീഡിയന്റ്. നമ്മള് നോർമൽ ചിൽഡ്രൻസ് കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒബീഡിയൻസ് എന്ന് വെച്ചാൽ അനുസരണ.
To work children ensure the various stages in development of wit. കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർ ഒബീഡിയന്റ് ആയിട്ടുള്ള നല്ല അനുസരണയുള്ള നല്ല ചിൽഡ്രൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലവ് ഓഫ് സൈലൻസ് ആണ്. മോൺസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയാണ്. വളരെ സൈലൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നത്. മോൺസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. പിന്നെ റിയൽ ആയിട്ട് ആദ്യം നമ്മൾ ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. പിന്നീട് അവർ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നല്ലൊരു ഐക്യം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ മെറ്റീരിയൽസ് ഇവിടെ ഉള്ളതാണ്, എന്നെ പോലെ തന്നെ മറ്റു കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയും അവര് നോർമൽ ചൈൽഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഓരോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ റിയൽ ചോയ്സ് ആയിരിക്കും. റിയൽ ആയിട്ട് അവർക്ക് തീരുമാനങ്ങളും ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റും. നോർമലൈസ്ഡ് ചിൽഡ്രന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒബീഡിയൻസ്. നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫ്രീഡം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ കുട്ടികൾ ഒബീഡിയന്റ് ചിൽഡ്രൻ ആയിട്ട് മാറും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ 4 പോയിന്റ്. മാം ഒരു ഡൗട്ട്. ചോദിച്ചോടാ. ലവ് ഓഫ് സൈലൻസിൽ ഈ എക്സ്റ്റേണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞില്ലേ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എക്സ്റ്റേണൽ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു സമയങ്ങളിൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളായിട്ട് ചില ഒരാൾ മാത്രമായിട്ടല്ല, എക്സ്റ്റേണൽ മോർ കോൺഷ്യസ് ആൻഡ് എക്സ്റ്റേണൽ ചിൽഡ്രൻ ഫ്രീക്വൻലി ബാക്കിയുള്ള കുട്ടികളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും. ആ ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഫോം ചെയ്ത് വർക്ക് ചെയ്യും. ഈ കുട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ ആ ഒരു വർക്കിൽ ഫുൾ 100% കോൺസെൻട്രേഷൻ ഇട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഡിസ്റ്റർബ് ചെയ്താലൊന്നും അവനത് അഫക്ട് ചെയ്യില്ല. അവനെ സംബന്ധിച്ചാണ് എക്സ്റ്റേണൽ ചിൽഡ്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ കുട്ടീനെ സംബന്ധിച്ചാണ് എക്സ്റ്റേണൽ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. പുറമേ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികൾ മറ്റു കുട്ടികൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, വായിച്ചോട്ടാ.
വായിച്ചു നോക്കിയോ? ഇനി മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം, എവിടെ ഇരിക്കണം, എങ്ങനെ നടക്കണം, അതിനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നോർമൽ സ്കൂളിനെ സംബന്ധിച്ച് ആ കുട്ടിക്കൊന്ന് സീറ്റിൽ നിന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കണം അല്ലെ? അത് ഹാൻഡ് ഒന്ന് റൈസ് ചെയ്ത് പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രമേ കുട്ടിക്കൊന്ന് സീറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുന്നേക്കാൻ പോലും പറ്റുള്ളൂ. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഇൻഡിപെൻഡൻസിലൂടെയാണ് കുട്ടികളിൽ ഈ ഒരു ഒബീഡിയൻസും ഡിസിപ്ലിനും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അവരുടെ എൻവയോൺമെന്റ് കൂടുതൽ, മോണ്ടിസോറി എൻവയോൺമെന്റ് കൂടുതലായിട്ട് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. The whole aim of Montessori method contains, amongst other things, the child gather as much independence as is possible for him to acquire at each stages of development. ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനും അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഡിപെൻഡൻസ് കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുള്ളൂ. The distress must always follow the limit of our intervention. അവർക്ക് എന്തെങ്കിലും തടസ്സം, അവർക്ക് ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നമ്മൾ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് അവരെ ബാഡ്ലി അഫക്ട് ചെയ്യും. സോ നമ്മളൊരു തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ അവർക്ക് നല്ല എന്ത് കൊടുക്കണം? സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണം, നല്ല ഫുൾ ഫ്രീഡം കൊടുക്കണം. അതിലൂടെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാണ്, നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ കാണുകയാണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം സഹായം കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന സമയത്ത് ടീച്ചർ ഒരാൾ പറഞ്ഞത്, ചിലപ്പോൾ ടീച്ചറിന്റെ ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ ഒരാൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, ആരെങ്കിലും ഒരാൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മള് കേട്ട ക്ലാസ്സിന്റെ ബേസിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും, ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. അപ്പൊ മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പ് അവിടെ കാണാം. മ്യൂച്വൽ ഹെൽപ്പ് നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. പരസ്പരമുള്ള സഹായം. അവിടെ കോമ്പറ്റീഷൻ കാണില്ല, ഞാൻ മാത്രം ചെയ്താൽ മതി, എനിക്ക് മാത്രം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. പരസ്പരമുള്ള സഹായമാണ് നമ്മൾ അവിടെ കാണുന്നത്. മ്യൂച്വൽ എയ്ഡ് naturally take the place of competition. കോമ്പറ്റീഷന് പകരം നമ്മൾ കാണുന്നത് പരസ്പരമുള്ള ആ ഒരു സഹായവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. These children are always helping one another. പരസ്പരം സഹായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്നത്, അവനും കൂടി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇവർക്ക് കാണാനായിട്ട് പറ്റും. സാധാരണയായിട്ട് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഏജിലെ കുട്ടികളെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഓൾഡർ വൺസ്, ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് വണ്ണ്, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെന്തെല്ലാം കാര്യം, അവരുടെ വർക്കിലും കൂടി നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കും, അവരും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, മ്യൂച്വൽ എയ്ഡ് നാച്ചുറലി ടേക്ക് പ്ലേസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമ്മളിവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? പരസ്പര സഹായം. These children are always helping one another. ഈ കുട്ടികൾ ഒരാളെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യും. The older and more advanced shows, older ones അല്ലെങ്കിൽ more advanced childrens മറ്റുള്ളവരുടെ വർക്കിൽ കൂടുതൽ, യങ്ങർ വൺസിന്റെ വർക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുന്നത് കാണാൻ പറ്റും. ഷോ ആൻഡ് അവൈഡ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ദ യങ്ങർ വൺസ്. അവരുടെ യങ്ങർ വൺസിന്റെ പ്രോഗ്രസ്സിലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ രണ്ടെണ്ണോട് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോ ക്ലാസ് റൂമില് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതേപോലെ അവർക്ക് വേണമെങ്കിൽ വരാന്തകളായിട്ട്, മോണ്ടിസോറി ക്ലാസ് റൂമുകളും വരാന്തകളായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പൊ വരാന്തയിൽ പോയി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ ഒരു ഗാർഡൻ ഉണ്ടാവും, അപ്പൊ ആ ഗാർഡനിൽ വേണമെങ്കിൽ കുറച്ചു നേരം പോയി ടൈം സ്പെൻഡ് ചെയ്യാം. അവർക്ക് അവരുടെ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ, ടൈമല്ല ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതിലൂടെ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് കൂടുതലായിട്ട് ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ
ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഉണ്ടാവും, ഓൾഡർ വൺസ് ഉണ്ടാവും, യങ്ങർ വൺസ് ഉണ്ടാവും. അപ്പോ ഇവിടെ പരസ്പരമുള്ള സഹായമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നോട്ട് കോമ്പറ്റീഷൻ. സാധാരണ സ്കൂളുകളിൽ ഞാൻ ഫസ്റ്റ് ആവണം, ഞാൻ പ്രോബ്ലം ചെയ്ത് ഫസ്റ്റ് ആവണം, ഫസ്റ്റ് അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും കാണുമ്പോൾ മോണ്ടിസോറി സ്കൂളിൽ മാത്രമാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് കൂടി ചെയ്യണം, അവന്റെയും കംപ്ലീറ്റ് ആവണം എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പരസ്പരം മ്യൂച്വൽ ഹെൽപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണയായിട്ട് ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണെന്ന് പറഞ്ഞു. ഇപ്പൊ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് അല്ലെങ്കിൽ ഓൾഡർ വൺസ് അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ ആ 2 പോയിന്റ് ഒന്ന് വായിച്ച്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സും ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രനും. റീഡ് ചെയ്ത് നോക്കിയോ? ക്ലിയർ ആണോ 2 കാര്യം? ഫ്രീഡം അതേപോലെ തന്നെ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ്. ഓക്കെ ഇനി നമുക്ക് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ കാണാൻ പറ്റും. എന്നുവെച്ചാല് സ്വയം അച്ചടക്കം, എന്നുവെച്ചാൽ നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യിക്കുന്ന ഒരു ഡിസിപ്ലിൻ അല്ല നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാൻ പറ്റുന്നത്. അവർ സ്വയമേ ഈ ഒരു അച്ചടക്കത്തിന്റെ അച്ചടക്കം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഈ ഫ്രീഡത്തിന്റെ ഫലമാണ് ഈ ഒരു ഡിസിപ്ലിൻ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഒരു ഫ്രീഡം, അതിന്റെ ഫലമാണ് എന്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. This is the one of the features that usually astonishes in visitors most when they see a Montessori school for the first time. ആദ്യമായിട്ടൊരു മോണ്ടിസോറി സ്കൂൾ കാണാണെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളെന്ത് ഇത്ര ഡിസിപ്ലിൻ എന്ന് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യും. This discipline is so complete that the absence of distress for a long period of time does not affect it. അവരത് അഫക്ട് ചെയ്യില്ല. ചില ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും അവരെ അഫക്ട് ചെയ്യാതെ ഒരുപാട് നേരം അവർക്ക് ഡിസിപ്ലിൻഡ് ആവാനായിട്ട്, അവർ അങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നമുക്കത് ഫീൽ ചെയ്യും. ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെല്ലാവരും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. സാധാരണ നോർമൽ സ്കൂളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആ സ്കൂള് ആ ഒരു ഭാഗത്തുണ്ടെന്ന് ആ വഴി കൂടി നടന്നു പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഇല്ലേ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. തൊട്ടടുത്ത് വെച്ചാൽ ഒരു 100 മീറ്റർ ഇല്ല, അത്രയും ദൂരത്ത് ആണ് സ്കൂള്. അവിടെ ഉള്ള ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അത്രയും സൗണ്ടും കാര്യങ്ങളാണ്. പക്ഷെ ഒരു മോണ്ടിസോറി സ്കൂൾ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾക്ക് കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്തിന്റെ ഫലമാണ്? നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫ്രീഡത്തിന്റെ ഫലമാണ് എന്ത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ
ഈസ് ദ വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം. ലിബർട്ടി അറിയാലോ, ഫ്രീഡം. ഫ്രീഡത്തിന്റെ ഫലമാണ് എന്ത്, ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അവരുടെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്ലഷറിന്, അവരുടെ സ്വയമുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പിങ്ക് ടവർ വീട്ടിൽ ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടോ? അവരെ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കൊടുക്കാറുണ്ടോ മെറ്റീരിയൽ? അല്ലെങ്കിൽ ഇങ്ങനെ പറയോ, മോനെ എന്റെ വൈവ് കഴിയട്ടെ എന്നിട്ട് ഞാൻ മെറ്റീരിയൽ തരാട്ടാന്ന്, എങ്ങനെ പറയാം? സാധാരണ കുട്ടികൾ അങ്ങനെ പറയാന്ന്. കാരണം മെറ്റീരിയൽ വുഡന്റെയാണ് ആ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ കൊടുക്കാറുണ്ട്. ഇഷ്ടമാണോ അവര് ചെയ്യാൻ? ഇഷ്ടമാണ്. പിന്നെയും പിന്നെ എടുത്തോണ്ട് പോവാണ്. ഞാനിപ്പോ ഒളിപ്പിച്ചു വെച്ചാണ് എക്സാം ആയതുകൊണ്ട്. ആണോ? എക്സാം അല്ലേ, അവർക്ക് എക്സാം അല്ലേ. LKG ആണോ? അല്ല, 1-ാം ക്ലാസ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ മെറ്റീരിയലിനോട് വളരെയധികം ഇഷ്ടമായിരിക്കുള്ളൂ കേട്ടോ. ഭയങ്കര പ്ലഷറാണ് ചെയ്യാനായിട്ട്, ഭയങ്കര താല്പര്യം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം. അതേപോലെ അവർ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മള് സാധാരണ നമ്മളിങ്ങനെ ഒന്നിനും മുകളിൽ ഒന്നായിട്ടല്ല അറേഞ്ച് ചെയ്യാം. എന്റെ മോള് ഇതേപോലെ പിങ്ക് ടവർ ചെയ്യുമ്പോൾ അവള് ഡിഫറെന്റ് രീതിയിൽ പിങ്ക് ടവർ അറേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. ചില അവൾ ചെയ്യുന്ന രീതി നമുക്ക് നോക്കും, ഇങ്ങനെയും ചെയ്യാതെ, ഇങ്ങനെയും ചെയ്യും. അവരുടെ ക്രിയേറ്റീവായിട്ട് അവർ ചെയ്യുന്നേ അല്ലേ? അവർ അവരുടേതായ ഐഡിയാസിൽ ചെയ്യാണ്. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരുടേതായ ഐഡിയാസിലും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പക്ഷെ ചിന്തിക്കില്ല അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പാരലോഗ്രാം പോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുന്നത് അവരുടെ രീതിയാണിത്. അപ്പൊ ഇങ്ങനെ കുത്തി നിർത്തുന്ന പോലെ ഓരോ രീതിയിലും അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതൊക്കെ അവരുടെ സന്തോഷം, ഒരു ഹാപ്പിനെസിന്റെ പുറത്താണ് അവർ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. This joy which shine in children's face and surely in their whole attitude in something more than pleasure or happiness of being entertained. അവർക്ക് ഫോണൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നതിൽ എത്രയോ വാല്യുബിൾ ആണ് നമ്മൾ ഈ ഓരോ വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷം. കാരണം അവർ സ്വയമേ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടം അതിനോട് തോന്നും. ലൈക്ക് ദ കോൺസെൻട്രേഷൻ റെഫേഴ്സ് ഡെബോ, നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു. ഈ ജോയ് എന്ന് പറയുന്നത് ഡീപ്പും ക്രിട്ടിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്. ഡീപ്പായിട്ടുള്ള ഇമോഷൻ, കുറെ നേരത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ദ ഫാക്ട്, ദ ജോയ് ദാറ്റ് നേച്ചർ ഓൾവേസ് ഗ്രാൻഡ് ആസ് എ അക്കംപ്ലിഷ്മെന്റ് ടു ദ റൈറ്റ് യൂസ് ഓഫ് ഫാക്കൽറ്റി. നമ്മൾ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോയ്ഫുൾനെസ് കിട്ടും, നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അക്വയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ ജോയ് which comes with the acting in obedience to the law of our nature. നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ലോ ഒബീഡിയൻസിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വയമേ വർക്ക് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടൊരു ഹാപ്പിനെസ് ആണ് ഈ ഒരു ജോയ്ഫുൾ എന്ന് പറയുന്നത്. അതൊരിക്കലും എന്താ പറയാ, ക്യൂരിയോസിറ്റിയോ അങ്ങനെയൊന്നല്ല. അവരുടേതായ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ആ വർക്ക് ഫുൾ സക്സസ്ഫുള്ളി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ് ആണ് എന്ത്, ജോയ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനും ജോയും.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? കംപ്ലീറ്റ് ആയി. ഇനി നമ്മള് ഡീവിയേഷനെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. ഇന്ന് എടുക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിലെ ഡീവിയേഷൻ എടുക്കുള്ളൂ കേട്ടോ. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ ഒരു 0 to 6 ഇയേഴ്സിലെ കുട്ടികളിൽ ചില തടസ്സങ്ങളും ഓബ്സ്റ്റക്കിൾസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. നാച്ചുറൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് തടസ്സങ്ങൾ കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് നമ്മള് കറക്റ്റ് ടൈമിൽ അത് കണ്ടെത്തുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ കുട്ടി ഫുള്ളി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോ ഡീവിയേഷൻസ് നമ്മൾ നേരത്തെ തിരിച്ചറിയും, കറക്റ്റ് ടൈമിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് ഡീവിയേഷനിൽ നിന്ന് മാറ്റി അവരുടെ റിയൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവില്ലേ? കേട്ടോ, നെക്സ്റ്റ് 20 സെക്കൻഡ്സിനാണ്, നെക്സ്റ്റ് മൺഡേ. അപ്പോ എല്ലാവരും ക്ലാസ്സിൽ പ്രസന്റ് ആവണം കേട്ടോ. ഒരു 5 minutes വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ജയലക്ഷ്മി മോൻ നമ്മളോടാണ് സംസാരിക്കുന്നത്, എന്നോടാണ് സംസാരിക്കുന്നത്. ക്ലിയർ ആവണില്ലാടോ? ഓക്കെ, താങ്ക് യു ഓൾ.